എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിവാഹം കഴിഞ്ഞ സ്ത്രീകള് സീമന്തരേഖയിൽ കുങ്കുമമണിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഭർത്താവിന്റെ ദീർഘായുസിനു വേണ്ടി, ദീർഘസുമംഗലി യോഗത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ അണിയുകയാണ് സിന്ദൂരം എന്നതാണ് പൊതുവെയുള്ള വിശ്വാസം. എന്നാൽ ഇതുപോലെ സീമന്തരേഖയിൽ സിന്ദൂരം അണിയുന്ന സമയത്ത് പലരും വരുത്തുന്ന ചില തെറ്റുകളുണ്ട്. ഇത്തരം തെറ്റുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. ഇതല്ലെങ്കിൽ ഗുണത്തിനു പകരം ദോഷമാണ് ഫലമായി വരിക. സീമന്തരേഖയിൽ സിന്ദൂരം തൊടുന്നതിന് ശാസ്ത്രീയമായ വിശദീകരണങ്ങളും പറയുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സീമന്തരേഖയിൽ സിന്ദൂരം അണിയുന്ന സമയത്ത് ഒഴിവാക്കേണ്ട ചില തെറ്റുകളെ കുറിച്ചാണ്. 108 ലക്ഷ്മി വാസസ്ഥാനങ്ങളിൽ ഒന്നാണ് സ്ത്രീയുടെ സിന്ദൂരരേഖ അഥവാ നിറുക. മഹാലക്ഷ്മി കുടികൊള്ളുന്ന ഇടമാണിത്. സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദേവതയായ മഹാലക്ഷ്മി വാഴുന്ന ഇടമാണിത്. ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം, സിന്ദൂരം എന്നത് അലങ്കാരത്തിനായി അണിയേണ്ടതല്ലെന്നതാണ് വാസ്തവം. സ്ത്രീ കുളിച്ച് ശുദ്ധിയായി വന്ന് നിത്യവും സിന്ദൂരം അണിയുന്നത് നല്ലതാണെന്ന് പറയാം. ഇത് എവിടെ നിന്ന് വേണമെങ്കിലും അണിയാൻ സാധിക്കുമെങ്കിലും പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുന്നിടത്ത് നിന്നും അണിയുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഒരു കാര്യം പറയുന്ന സമയത്ത്, പൂജാമുറിയിൽ നിന്ന് സിന്ദൂരം അണിയണം എന്ന് പറയുന്ന സമയത്ത് പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമായിരിക്കും, ആർത്തവകാലത്ത് സിന്ദൂരം തൊടാൻ സാധിക്കുമോ എന്നത്. വിവാഹിതയായ ഒരു സ്ത്രീക്ക് ആർത്തവ സമയത്തും സിന്ദൂരം തൊടാൻ സാധിക്കും. ഇത്തരം അവസരങ്ങളിൽ പൂജാമുറിയിൽ വെച്ച് നമുക്ക് തൊടാൻ സാധിക്കില്ല. ആ സമയത്ത് മറ്റൊരു സിന്ദൂര ചെപ്പ് മറ്റെവിടെയെങ്കിലും സൂക്ഷിച്ച് അതിൽ നിന്ന് സിന്ദൂരം തൊടാവുന്നതാണ്. ചിലർക്കെങ്കിലും ഇങ്ങനെയൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും, ആർത്തവ സമയത്ത് സിന്ദൂരം തൊടാൻ പാടില്ല എന്നത്. ആർത്തവകാലത്ത് സിന്ദൂരം അണിയുന്നതിന് ഒരു തെറ്റുമില്ല. ഇനി ഈ നെറുകയിൽ സിന്ദൂരം അണിയേണ്ടതിനും ഒരു രീതിയുണ്ട്. പലരും പല രീതിയിലാണ് സിന്ദൂരം അണിയുന്നത്. ഇപ്പൊ സൈഡിൽ നിന്നൊക്കെ മുടി വകയുന്നവരാണെങ്കിൽ ആ വശത്ത് സിന്ദൂരം അണിയുന്നത് കണ്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു ചെറിയ ഡോട്ട് പോലെ തൊടുന്നവരുണ്ട്. ഇന്ന് മിക്കവാറും ആളുകളും ഈ സ്റ്റിക്ക് പോലത്തെ സംഭവങ്ങളൊക്കെ വെച്ച് ചെറിയ ഒരു ഭംഗിക്ക് വേണ്ടി തൊടുന്നത് പോലെ സിന്ദൂരം തൊടുന്നതും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വാരിപ്പൊത്തി നിറുകയിൽ നീളത്തിൽ അണിയുന്നവരും നിറുകയിൽ നിന്നും താഴേക്ക് ഇറക്കിയും തൊടുന്നവരും ഒക്കെയുണ്ട്. ഇതൊന്നും തന്നെ നല്ലതല്ല എന്ന് വേണം പറയാൻ. മോതിരവിരലും ചൂണ്ടുവിരലും കൂട്ടിപ്പിടിച്ച് ആ പിടിയിൽ എടുക്കാവുന്നത്ര കുങ്കുമം എടുത്ത് മിതമായ രീതിയിൽ തൊടുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മധ്യഭാഗത്ത് സിന്ദൂരം തൊടുന്നതാണ് ഏറ്റവും ഉത്തമം. ഉത്തമമെന്നല്ല, സിന്ദൂരം തൊടേണ്ടത് അവിടെയാണ്. അല്ലാതെ ഈ സൈഡ് ഭാഗത്തൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തൊടുന്നത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ഒട്ടുമിക്ക ആളുകളുടെ കയ്യിലും സിന്ദൂരത്തിന്റെ സ്റ്റിക്കോ അല്ലെങ്കിൽ ചാന്തോ പോലുള്ള സാധനങ്ങളാണ് സൂക്ഷിക്കുന്നത്. അവർ അത് വെച്ചിട്ടാണ് സിന്ദൂരം അണിയുന്നത്. വിവാഹിതയായ ഒരു സ്ത്രീയുടെ കയ്യിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് ഒരു കുങ്കുമച്ചെപ്പ്. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ അതിൽ കുങ്കുമം നിറച്ച് നിങ്ങൾക്ക് പൂജാമുറിയിൽ സൂക്ഷിക്കാം. ഇനി ആർത്തവ സമയത്തൊക്കെ യൂസ് ചെയ്യാനായിട്ട് മറ്റൊന്ന് വേണമെങ്കിൽ വാങ്ങി വെക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. എന്നിരുന്നാലും നിർബന്ധമായിട്ടും ഒരു കുങ്കുമച്ചെപ്പ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇനി ഈ കുങ്കുമച്ചെപ്പ് നമുക്ക് ചില അശുഭ സൂചനകൾ കാണിച്ചു തരും. കുങ്കുമച്ചെപ്പ് താഴെ വീഴുന്നത് അശുഭമായിട്ടാണ് കണക്കാക്കുന്നത്. ഇങ്ങനെ വീണു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ അടുത്തുള്ള ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ പോയി കുങ്കുമച്ചെപ്പ് പൂജിച്ച് പ്രാർത്ഥിച്ച് വാങ്ങിക്കണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന ദോഷങ്ങളെ മറികടക്കാനായിട്ട് സാധിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കുങ്കുമച്ചെപ്പ്, അതിലെ കുങ്കുമം ഒരു സ്ത്രീ ഉപയോഗിക്കുന്നത് മറ്റൊരു സ്ത്രീ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അത് നമ്മുടെ കുടുംബാംഗങ്ങളായാൽ പോലും കുങ്കുമച്ചെപ്പ് പങ്കിടാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീക്ക് നിർബന്ധമായിട്ടും ഒരു കുങ്കുമച്ചെപ്പ് ഉണ്ടായിരിക്കണം. വിവാഹിതയായ ഒരു സ്ത്രീയെ സംബന്ധിച്ച് സിന്ദൂരം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട ഒന്നാണ്. അത് ശരിയായ രീതിയിൽ അണിയുന്നത് നമ്മുടെ ദാമ്പത്യ ജീവിതം ഭദ്രകരമാകാൻ സഹായിക്കും. അപ്പൊ നിങ്ങൾ വിവാഹം കഴിഞ്ഞൊരു സ്ത്രീയാണ്, നിങ്ങൾക്ക് ഇതുവരെയായിട്ടും ഒരു കുങ്കുമച്ചെപ്പ് സ്വന്തമായിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ നിങ്ങളൊരു കുങ്കുമച്ചെപ്പ് വാങ്ങിക്കുക. കുറച്ചു പേർക്കെങ്കിലും ഈ വീഡിയോ ഉപയോഗപ്രദമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.